പല ബ്രാൻഡുകളും എന്നെ വിളിച്ചിട്ട് പറയും നിങ്ങൾക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യണം. ഇപ്പോൾ വെച്ച് എന്താണ് നിങ്ങളെ പ്രൊഡക്റ്റ്, അപ്പോൾ ബ്രാൻഡ് ആർക്കെങ്കിലും അറിയോ? ഇല്ല. ഞാൻ ഡയറക്റ്റ്ലി പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യണോ അറിയും, അതായത് ആഡ്സ് റൺ ചെയ്യണം. എന്താണ് അതിനെപ്പറ്റി പറയാനില്ല. കാരണം ഒരു പുതിയൊരു ബ്രാൻഡ് പെട്ടെന്നൊരു പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് ആക്കുക, ഒരു ബ്രാൻഡ് കൊണ്ടുവന്നു, അപ്പം തന്നെ പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അവർക്ക് സെയിൽസ് കിട്ടുമോ? പെയ്ഡ് ആഡ്സ്. അതെ. ഇപ്പം ബ്രാൻഡുകളെ സംബന്ധിച്ചോളം അവർക്ക് എന്ത് മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ചെയ്താലും റവന്യൂ ആണ് അറ്റ് ദ എൻഡ് വേണ്ടത്, അല്ലേ? റവന്യൂ, പ്രോഫിറ്റ്. പ്രോഫിറ്റ് ആദ്യത്തിൽ റവന്യൂ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പ്രോഫിറ്റ് വേണം. അവർ ആവശ്യമുള്ള ചില ഒരു മാർക്കറ്റിംഗ് വിത്തൗട്ട് മാർക്കറ്റിംഗ് ഒരു കോട്ട് ഉണ്ടായിരുന്നു ഫേമസ് ആയിട്ടുള്ള, ബിസിനസ് വിത്തൗട്ട് മാർക്കറ്റിംഗ് ഇസ് ഡെഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് വായിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ അതങ്ങനല്ലല്ലോ, വിത്തൗട്ട് ദ റൈറ്റ് മാർക്കറ്റിംഗ് ദ ബിസിനസ് ഈസ് ഡെഡ് അല്ലേ. കാര്യം നമ്മൾ മിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ചില മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് പല സമയത്ത് ചെയ്തിട്ട് കാര്യമില്ല. അത് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നതിലാണ് കാര്യം. അപ്പോൾ നമുക്ക് ട്രഡീഷണലി നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രഡീഷണൽ മാർക്കറ്റിങ്ങിലാണെങ്കിലും പോസ്റ്റ് മാർക്കറ്റിങ്ങിലാണെങ്കിലും ഒരു ഫണലുണ്ടല്ലോ, നമ്മൾ ഫോളോ ചെയ്യുന്ന എല്ലാവരും അറിയാത്ത അൺഅവേർഡ് ആയിട്ടുള്ള ഫണൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ചെയ്യേണ്ടത്, രണ്ടാമത് ചെയ്യേണ്ടത്. അതെ, ആദ്യത്തെ അവയർനെസ്, പിന്നെ നമ്മൾ പറയുന്ന ആ ഒരു കൺസൾട്ടേഷൻ, അങ്ങനെ ആ രീതിയിൽ ഫണല് പോകും. പക്ഷേ നമ്മൾ ആ ഒരു പല ബിസിനസ്സുകളും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ആദ്യത്തെ ലീഡ് ജനറേഷനിൽ ഫോക്കസ് ചെയ്യും. പക്ഷേ ആ ലീഡ് ജനറേഷൻ ഫോക്കസ് ചെയ്യുന്ന ആള് ഇപ്പം മെറ്റേനെ സംബന്ധിച്ചോളം, ഗൂഗിൾ സെർച്ചിനെ സംബന്ധിച്ചോളം ഹയർ ഇൻറ്റൻ്റ് ആയിട്ടുള്ള ആളുകളിലാണ് ഡയറക്റ്റ്ലി നമ്മുടെ സ്ഥലത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പേജിലേക്ക് വരുന്നത്. പക്ഷെ മെറ്റയിലെ സംബന്ധിച്ചോളം നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ല നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ക്യാമ്പയിനായിട്ട് വരുന്നു, അല്ലേ? നിങ്ങളെ ഞാൻ പോസിബിളി കാണിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം, ഇൻട്രസ്റ്റ് ഇല്ലായിരിക്കാം. അതെ. അപ്പോൾ നിങ്ങളവിടെ കൺസൾട്ടേഷൻ എനിക്ക് തരണമെങ്കിൽ എനിക്ക് എന്നെ നിങ്ങൾ കണ്ടു പരിചയം ഉണ്ടായിരിക്കണം, അല്ലേ? അതെ. ഞാൻ ഷാനോട് വന്നിട്ട് എനിക്ക് 20% ഓഫർ തരാമോ എന്ന് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. ഷാൻ എനിക്ക് അറിയുന്ന ആളാണെങ്കിൽ എനിക്ക് ആ ഒരു കോൺഫിഡൻസോട് കൂടി, അല്ലെങ്കിൽ ആ ഒരു അധികാരത്തോടു കൂടി വന്ന് ചോദിക്കാൻ പറ്റും. ആ ഒരു പരിചയം ഉണ്ടാക്കൽ ആണ് നമ്മൾ ഈ ഒരു അവയർനെസ് ക്യാമ്പയിനിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് ഭയങ്കര വിമുഖതയാണ് ആളുകൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. പല ബ്രാൻഡുകൾ നോർമലി ബ്രാൻഡ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ബോട്ടം ഓഫ് ദി ഫണൽ, എനിക്ക് കൺവേർഷൻ വേണം, സെയിൽസ് വേണം. യെസ്. അതിന്റെ മുകളിലത്തെ ഫണലൊന്നും ആരും നോക്കുന്നില്ല എന്നല്ല, അത് സീരിയസ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്. കാര്യം നല്ല എമൗണ്ട് ഓഫ് മണി അവയർനെസ്സിന് സ്പെൻഡ് ചെയ്യുകയും, അത് ബെനിഫിറ്റ് ഞാൻ പറയാം, നല്ല എമൗണ്ട് ഓഫ് മണി അവയർനെസ്സിന് സ്പെൻഡ് ചെയ്യും, ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് മണി ലീഡ് ജനറേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന കമ്പനികളുണ്ട്. അപ്പോൾ ഞാൻ പേര് പറയാതെ ഒരു ബ്രാൻഡിന് പറയാം. അതായത് വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു സർവീസ് പ്രൊവൈഡർ. ആ പ്ലാറ്റ്ഫോമിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് ഒരു ഫേമസ് ആക്ടർ വന്നു. അവിടെ കോസ്റ്റ് ഇൻവോൾവ്ഡ് ആണ്, അല്ലേ? അദ്ദേഹത്തിന് ഇപ്പം ഉദാഹരണം നമ്മൾ പറയുന്ന പോലെ അന്നത്തെ കാലത്ത് ഏകദേശം ഒരു 30-35 lakhs 40 lakhs വന്നിട്ടുണ്ട്. അവർക്ക് വളരെ ആവറേജ് ഒരു മെറ്റാ ലീഡിൽ കോസ്റ്റ് ലീഡ് പെർ ലീഡ് വരെ 600 to 700 rupees ഒഫ്കോഴ്സ് ഉണ്ടാവും. അതൊരു കസ്റ്റമറെ കൺവേർട്ട് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ അതിന് ക്യാക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പിന്നെ പറയാം. നമുക്ക് ഈ പറയുന്ന 1000 ലീഡ് കിട്ടാൻ 600 രൂപ ലീഡ് കോസ്റ്റ് വെച്ചിട്ട് എത്ര രൂപ ബഡ്ജറ്റായി? 6 ലക്ഷം. അതേസമയം ഈ ഒരു പാർട്ണർഷിപ്പിന് ശേഷം, അതായത് ഈ ഒരു ആക്ടർ വന്ന് അദ്ദേഹത്തിന് വെച്ചുള്ള വലിയ ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിന് ശേഷം അൺവിശ്വസിക്കബിൾ ആണ്. അതെന്താ കാര്യം വെച്ചാൽ ആ ലീഡ് കോസ്റ്റ് നേരെ 80 രൂപ 110 രൂപയിലേക്ക് വന്നു. കാര്യം ആ ഒരു സൊല്യൂഷൻ അഫിനിറ്റി കിട്ടി. പൃഥ്വിരാജിനെ പോലുള്ള ഇപ്പം ഉദാഹരണത്തിന് മുത്തൂറ്റിലെയൊക്കെ അമിതാഭ് ബച്ചൻ്റെയൊക്കെ ആഡ്സ് ഈ നോർത്ത് ഇന്ത്യയിൽ വർക്കാവുന്ന കാര്യം വെച്ചാൽ അമിതാഭ് ജീനെ അത്രയും ആളുകൾക്ക് ട്രസ്റ്റാണ് അവിടെ. അമിതാഭ് ജി ഒരു ആഡിൽ ഒരു കമ്പനീനെ എൻഡോഴ്സ് ചെയ്യുമ്പോൾ ഓക്കെ, ദാറ്റ് ബ്രാൻഡ് ഈസ് വെരി വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ട്രസ്റ്റബിൾ ബ്രാൻഡായിട്ട് മാറി. അമിതാഭ് ബച്ചൻ്റെ ഇത് അങ്ങോട്ട് കൊടുക്കും. ആ ഒരു അഫിനിറ്റി ബ്രാൻഡിലേക്കും കൂടെ കിട്ടി. ജസ്റ്റ് ഡയലിനും അത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇവിടുത്തെ കേസ് പറയുകയാണെങ്കിൽ പൃഥ്വിരാജിനെ പോലുള്ള ഞാൻ അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് പൃഥ്വിരാജിലേക്ക് വരാം. അപ്പോൾ ചെറിയ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഇവിടുത്തെ കുറേ ചീട്ട് റമ്മി ഗെയിംസും കുറേ, ഞാൻ ഒന്നും പേര് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തില്ല, കാര്യം ഞാൻ ഇതിങ്ങനെയുള്ള ഗെയിംസിനെതിരാണ്. അപ്പം ചെറിയ ഈ ലുഡോ ഗെയിംസൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ചില ഗെയിംസുകളുണ്ട്. അവരെയൊക്കെ സെലിബ്രിറ്റീസിനെ യൂസ് ചെയ്തിട്ടും ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്തിട്ടും ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ചെയ്യാറുണ്ട്.
ഇത് ചെയ്യുന്നത് കൊണ്ട് ഈ ഇങ്ങനെയുള്ള ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ട് കുറേ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പൈസ നഷ്ടപ്പെടുന്നവരുണ്ട്. അതെ. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അവരാ ഒരു അവരോട് ലോയലായിട്ടുള്ള ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റേഴ്സിനോട് ലോയലായിട്ടുള്ള ആളുകളാണ് ഇതിൽ പോയി പെടുന്നത്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പെർസെൻറ്റേജ് ഓഫ് ആളുകൾ അവരെ കണ്ണടച്ച് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു വളരെ വലിയൊരു ഡിഗ്നിറ്ററി വന്നിട്ട് നമുക്കൊരു ബ്രാൻഡിനെ എൻഡോഴ്സ് ചെയ്യുമ്പോൾ ആ ഒരു അത് നമ്മൾ കൺസിഡർ ചെയ്യും, ആ ബ്രാൻഡിനെ കൺസിഡർ ചെയ്യും. അതായത് കൂടുതൽ അഫിനിറ്റിയാണ് ആ ബ്രാൻഡ് യൂസ് ചെയ്യാൻ. ഓഫ് കോഴ്സ്